ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഐമൻസ് വ്ലോഗ്. നമ്മളിന്നൊരു ഓംലെറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. നല്ല ക്യാപ്സിക്കം നോക്കി എടുത്തിട്ട് ഫ്രഞ്ച് ഫ്രൈസ് അരിയണ പോലെ അരിയുക. എന്നിട്ട് തിരിച്ചു വെച്ചിട്ട് സ്ക്വയർ രീതിയിൽ അരിയുക. അരിയുമ്പോൾ കുറച്ച് മൂർച്ചയുള്ള കത്തി യൂസ് ചെയ്യുക. അതാകുമ്പോൾ പെട്ടെന്നും അരിഞ്ഞിട്ടു. നമ്മൾ ആദ്യത്തെ അരിഞ്ഞ പോലെ തന്നെ അടുത്തതും അരിയുക കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസ് പോലെ അരിഞ്ഞിട്ട് അത് തിരിച്ചു വെച്ച് സ്ക്വയർ ആക്കി അരിയുക. ഞാൻ പറഞ്ഞ പോലെ ചെയ്യേ നല്ല ടേസ്റ്റി അരിയ. അടുത്തത് നമ്മൾ ഒരു അരിപ്പ പോലെ ഒരു സാധനത്തിലിട്ടിട്ട് സാധനത്തിലിടാം. സവാള നന്നാക്കാം. സവാള പകുതിയാക്കി നല്ല രീതിക്ക് അരിയുക. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തോട്ടോ. ഇത് ഞാൻ കുറേ ദിവസമായി എടുത്തത്. ഞാൻ അന്ന് ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായി ഇത് മുട്ട എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അത് ഞാൻ ലോങ് വീഡിയോ ആയിട്ടാണ് ചെയ്തത്. സവാള ഇഷ്ടമുള്ള രീതിയിൽ അരിയുക, പക്ഷെ കുഞ്ഞു ആയാൽ മതിയായിരുന്നു. എന്ന് വെച്ചാൽ അത്രയ്ക്ക് പൊടി പോലെ ആവണ്ട, സ്മോൾ അത്ര മതി. സ്മോൾ. നമ്മൾ ആദ്യത്തേത് ചെയ്ത പോലെ തന്നെ അടുത്തതും ചെയ്യുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോട്ടോ, ഞാൻ റിപ്ലൈ തരാം പറ്റണ രീതിയിൽ. നമ്മൾ സവാള അങ്ങനെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളത് നേരത്തെ ഇട്ട അരിപ്പയിൽ നമ്മൾ തിരിച്ച് ഇടാട്ടോ. ഈ സവാളയും കൂടിയും ക്യാപ്സിക്കവും ഒന്നിലിടാം. എന്നിട്ട് ഒന്നിച്ച് കഴുകുക. നമ്മളപ്പോൾ സവാള മറ്റേ അരിപ്പയിലിടണം കേട്ടോ. വലിയ കത്തിയാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് ഇടാറുണ്ട്. ഞാൻ ക്യാമറ ഓണാടുന്ന കാര്യം മറന്നു. നമ്മൾ പിന്നെ പുതിന എടുത്തോട്ടോ. വേസ്റ്റ് നമ്മളൊരു പാത്രത്തിലിടും കേട്ടോ. നമ്മൾ സവാളയുടെ ഒക്കെ വേസ്റ്റ് ഒരു പാത്രത്തിലിടാം. പിന്നെ എനിക്ക് എന്ത് ഉണ്ടാക്കിയാലും ഈ പുതിനയുടെ ആദ്യം വരണ റൂട്ടിനോട് ചേർന്നിരിക്കുന്ന ആ കൊമ്പാണ് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. ആ ഇലേനയിൽ കൂടുതൽ അത് നല്ലൊരു ടേസ്റ്റാണ്. നമ്മളത് മറ്റേ അരിപ്പയിലോട്ടിട്ട് നമ്മൾ ഇനി അത് കഴുകാട്ടോ. ഇത് കാണുമ്പോൾ അരിപ്പായിട്ട് തോന്നില്ല, പക്ഷെ അരിപ്പാണ്. അവിടെ കുഞ്ഞു ഹോൾസ് കാണാം.
മുട്ട പൊട്ടിച്ച് അത് കുറച്ച് ഒരു ബൗളിലോട്ട് ഇട്ടിട്ട് അതിൽ മുട്ട പൊട്ടിക്കാട്ടാ. മുട്ട പൊട്ടിച്ചിടാം. പിന്നെ കുറച്ച് പെപ്പരിക്ക പൗഡറും ഒരു ഫ്ലേവറിനാണ് കേട്ടോ നമ്മൾ ഈ പെപ്പരിക്ക പൗഡർ ഇടുന്നത്. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പൗഡർ. ഞാൻ കട്ടിങ് ബോർഡിലോട്ട് ഇടാൻ നോക്കിയതാ, പക്ഷെ കിട്ടിയില്ല. നമ്മൾ വെളുത്തുള്ളി നന്നാക്കാട്ടോ. പിന്നെ നമ്മൾ ഒരെണ്ണം നന്നാക്കിയപ്പോൾ തന്നെ ഒരെണ്ണത്തിൻ്റെ തൊലി കളഞ്ഞപ്പോഴത്തേക്കും ഒരെണ്ണം നന്നാക്കി കഴിഞ്ഞ്. അപ്പോൾ ഒരെണ്ണം നന്നാക്കേണ്ട ആവശ്യം വന്നുള്ളൂ. നമ്മൾ ഇവിടെ 3 വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. നമ്മളത് വെറുതെ അരിഞ്ഞാൽ മതിട്ടോ, ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞോ. അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടിയാൽ മതി. ഞാനിപ്പോൾ വെറുതെ ഇങ്ങനെ അരിയണേ. നമ്മൾ അതുപോലെ തന്നെ അടുത്തതും അങ്ങനെ ചെയ്യണേ. അടുത്തത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കാര്യം കഴിഞ്ഞു. നമ്മളിനി അതുപോലെ വെട്ടി കഴിഞ്ഞിട്ട് ഒന്ന് കുഞ്ഞു അരിഞ്ഞിട്ട് നമ്മളത് നേരെ അതിലോട്ട് ഇടും കേട്ടോ, നമ്മളുടെ മുട്ട ഇട്ടേക്കണ പാത്രത്തിലോട്ട്. കണ്ടോ ഞാൻ വെറുതെ പറയണല്ലോ, സംഭവം സെറ്റാണ്ടോ, കഴിച്ചു നോക്കണം, ഉറപ്പാ. നമ്മൾ തക്കാളി എടുത്ത് കഴുകുക. ഞാനിതിൽ അരിയണ പോലെ അരിഞ്ഞോട്ടോ. തക്കാളി കടിക്കുമ്പോൾ നല്ല രസവും. അത് രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ മറ്റേ ഒരു സ്റ്റെമ്മ് പോണ പോലെ ഒരു സാധനമില്ല, ആ വേസ്റ്റ് അത് കളഞ്ഞു. അത് ട്രയാങ്കിൾ രീതിയിൽ മുറിക്കുക. ഞാൻ ഇങ്ങനെ ചെയ്യാൻ പഠിച്ചത് ഒരു യൂട്യൂബറുടെ ഇതാണ്. ഇങ്ങനെ തക്കാളിയുടെ മറ്റേ സ്റ്റെം വരികയാണ്. അല്ലെങ്കിൽ ഞാൻ ആ തക്കാളിയുടെ സാധനം അരിയണതിന് മുമ്പ് ചിരണ്ടിയാണ് എടുക്കാറ്, കത്തി വെച്ചുകൊണ്ട്. ഞാൻ പിന്നെ ഇതിൽ അരിയണ പോലെ അരിഞ്ഞോട്ടോ. നമ്മ ആ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു പെർഫെക്ഷൻ ചെയ്താണ്. അവിടുത്തെ ജിഞ്ചർ ഗാർലിക് പൗഡർ താഴെ വീണ്, എന്ന് വെച്ചാൽ സ്ലാബമ്മ വീണ് താഴത്തോട്ട് നിലഭാഗ്യത്തിൽ. നമ്മ ഇതെടുത്തിട്ട അപ്പോഴത്തേക്കും എൻ്റെ ക്യാമറ താഴത്തോട്ട് വീണ്. ഒരു കുഴപ്പമില്ല. ഞാൻ അത് ചെയ്ത പോലെ അഭിനയിച്ച് പിന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇട്ട്. കണ്ടോ ആ ബ്രൗൺ ഇഷ് കളറ് അതാണ്. പിന്നെ ഇട്ടേക്കുന്ന സാധനങ്ങളാണ്. ഉപ്പിടരുത് കേട്ടോ, ഉപ്പും കുരുമുളകും ഇടണ്ട കേട്ടോ ഇപ്പം. പിന്നെ നമ്മൾ ചീസാണ് ഇടാൻ പോകുന്നത്.
ഞാൻ കുറച്ച് പെർഫെക്ഷന് ചെയ്യാൻ പോയത്, അപ്പോഴത്തേക്കും ആ സാധനം വീണ്. ചീസ് അധികം ഇടുന്നുണ്ട് കേട്ടോ. ഇട്ടാൽ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്, ഫ്ലേവറാണ്, നല്ലതാണ്. അപ്പം എൻ്റെ മദറൊക്കെ സൈക്കിൾ ഓട്ടാൻ പോയി, ഞാൻ വീട്ടിലോട്ടേക്കാർന്നേ. ഇതിൻ്റെ ഇടയിൽ ഇത് മിക്സ് ചെയ്യാം. ആക്ച്വലി ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ഈ വീഡിയോ ഈ സാധനം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അത് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യണേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം കേട്ടോ, ഞാൻ കമൻറ്റിൽ കൊടുത്തോളാം എൻ്റെ പേര്. നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ആ മുട്ട മുകളിലോട്ട് വരില്ല, ആ മുട്ട മുകളിലോട്ട് വരുന്നവരെ ഇതുപോലെ ഇങ്ങനെ ഞാൻ ഇതുപോലെ മിക്സ് ചെയ്യണ പോലെ തന്നെ ചെയ്യാം. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ മസാല അധികം ആണെന്ന്, പക്ഷെ കറക്റ്റാണ്. പിന്നെ നമ്മൾ ഓയിലിൽ ചെയ്യുമ്പോൾ ഹെൽത്തിയുമല്ല, പിന്നെ ടേസ്റ്റും ഇല്ല അധികം. അതുകൊണ്ട് ഞാൻ ബട്ടറിലാണ് ചെയ്യണേ. ബട്ടറിൽ പ്രശ്നം എന്ന് വെച്ചാൽ തെറിക്കും. പിന്നെ അതൊന്ന് ചൂടായി മെൽറ്റായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ മിക്സ് എടുത്ത് വയ്ക്കാം കേട്ടോ. ഇനി അതൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ട് എത്താൻ പോണേ. പരത്തി കൊടുക്കുക, കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുട്ട സാധാ ഓംലെറ്റ് പൊരിക്കാനറിയില്ലേ, അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കരിഞ്ഞ് വരില്ലേ, എന്നിട്ട് ബ്രൗണിഷ് കളറാവില്ലേ, അപ്പോൾ ഒന്ന് ചിക്കാൻ മതി. അപ്പോൾ അതിനു മുമ്പേ നമ്മളിപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ. ഇപ്പോഴാണ് ഉപ്പിടേണ്ടത്, അപ്പോഴൊരു ടേസ്റ്റ് ഇട്ടുള്ളൂ. പിന്നെ കുരുമുളക് ലാസ്റ്റാണ്. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ എരിവ് ഭയങ്കര ഇഷ്ടം, അപ്പോൾ ഞാൻ കുരുമുളക് അധികം ഇടും. പിന്നെ ഇപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ബ്രൗണിഷ് കളറായപ്പോൾ ഞാനൊന്ന് മിക്സ് ആക്കി കേട്ടോ. ബ്രൗണിഷ് കളറാവുന്നില്ല, അതൊന്ന് കട്ടിയായാൽ മതി. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് മിക്സ് ബാക്കിയുണ്ടായി, എന്ന് വെച്ചാൽ ഫുള്ള് ഇടാൻ പറ്റില്ലായിരുന്നു. അപ്പം കുറച്ച് മിക്സ് ബാക്കിയുണ്ടായി, നമ്മൾ നേരത്തെ സവാളയുടെയൊക്കെ മിക്സ്, അത് ഞാൻ കുറച്ചിട്ട് അത് കുറച്ചിട്ട് അത് തീർക്കാം. എന്ന് വെച്ചാൽ എല്ലാം ഒറ്റയടിക്ക് ഇടാൻ പാടില്ല കേട്ടാ. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യട്ടാ, അതൊന്ന് കരിയണ പോലെ ആവണം. നമ്മൾ തീ ഫുൾ ഫ്ലെയിമിലോട്ട് ഇടണം കേട്ടോ. ഈ സമയം നമ്മുടെ പെപ്പർ എടുക്കണേ, ഞാൻ പെപ്പർ എടുക്കാൻ പോയതാ. കുറച്ചാണ് ഞാൻ പെപ്പർ ഇടുന്നത്. ഇപ്പോൾ പെപ്പറൊക്കെ ഇടുമ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. ആ പെപ്പർ ഞാൻ ഇടുന്നത് കുറച്ച് സ്പൂണിലോട്ടാവും, അത് ഭയങ്കര പാടാണ് അതിലോട്ടിടാൻ. ഒന്ന് മിക്സ് ചെയ്ത് പിന്നെയും പെപ്പർ ഇടാം. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. എരിവ് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഇത്രയ്ക്ക് പെപ്പർ ഇടണ്ട, നിങ്ങളുടെ അളവിനനുസരിച്ച് ഇട്ടാൽ മതി. നമ്മുടെ മിക്സ് കുറച്ചും കൂടി ഇടണേ.
നമ്മളുടെ മിക്സ് പിന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ഇട്ടാൽ മതി. അതാ ആ സവാളയൊക്കെ ഒന്ന് ഇതായിക്കോളും. ഐ മീൻ ഒന്ന് വെന്ത് വരുന്നോളൂ. ഞാൻ മുളക് ഇട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. നിങ്ങൾ രണ്ട് ടൈപ്പും ട്രൈ ചെയ്ത് നോക്ക്. മുളക് ഇട്ടിട്ടും ഇടാതെ. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. കണ്ട വെന്തട്ടില്ലാത്ത പോലെ തോന്നും. എനിക്ക് അങ്ങനെ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സാധനം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്താട്ടോ. ഞാൻ ഈ വീഡിയോ പോസ് ചെയ്താണ് ഇടുന്നത്. പിന്നെ നമ്മ പ്ലേറ്റിലോട്ട് ഇടണേ. അപ്പം അതിൻ്റെ ഇടയിൽ എൻ്റെ കുറേ അഭ്യാസങ്ങളും. ഇപ്പോൾ മുട്ടയൊക്കെ മുട്ട ഇടണേ. അപ്പം ആ ബ്ലാക്കിലോട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ലുക്കാണ്. ഇത് ഒരു മുട്ടയുണ്ട് ഞാൻ എടുത്തേക്കുന്നത്. കാണുമ്പോൾ കുറേ ഉണ്ടാവും. എൻ്റെ മദറിനും ഇത് കണ്ടിട്ട് ഛർദ്ദിക്കാനൊക്കെ വന്ന്. പക്ഷെ കഴിച്ച് നോക്കിയപ്പോൾ ആളിന് പിന്നെ മേടിച്ചുകൊണ്ടിരിക്കും. ആദ്യം എൻ്റെ മദറാണ് സാധനം ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്. അതിൻ്റെ ഇടയിൽ എൻ്റെ കുറേ സാധനങ്ങളൊക്കെ കൂട്ടിയപ്പോൾ ഇങ്ങനെ ഒരു ടേസ്റ്റായി. നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കണേ. വൈകുന്നേരം ഞാൻ ഉണ്ടാക്കിയത്. ചോറ് അങ്ങനെ സ്പ്രെഡായി പോയപ്പോൾ എൻ്റെ കൈ കൊണ്ട് ഞാൻ ഒന്ന് കറക്റ്റ് ഷേപ്പിലോട്ട് വരുത്തി. പിന്നെ നമ്മളുടെ കയ്യിൽ ചെമ്മീൻ കറി കണ്ടോ. ഈ മുട്ട ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യാം. ഇതങ്ങാടൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പിടുത്തങ്ങാട് പിടിച്ചാണ്ടല്ല, സ്വർഗം. പൊളി സാധനം. ഞാൻ ഇതൊക്കെ ഇൻഷോട്ട് ചെയ്യുന്നത്, ഇത് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ ഇൻഷോട്ട് ആപ്പിലാണ്. നല്ല ആപ്പാണ്. ഈ മുട്ട ഞാൻ ഇടയ്ക്ക് മാത്രം ഉണ്ടാക്കി കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് വേണമെങ്കിൽ ചോറ് മാത്രമായിട്ട് കഴിക്കാം. മീൻകറി വേണമെന്നില്ല. ബൈ ഗൈസ്. സബ്സ്ക്രൈബ്, ഷെയർ.